നിളയുടെ തീരങ്ങളെ വെള്ളപ്പട്ടണിയിച്ച് ഭാരതപ്പുഴയിൽ ഇപ്പോൾ ആറ്റുവഞ്ചി പൂക്കാലമാണ്. നീരൊഴുക്ക് കുറഞ്ഞ് മണൽപ്പരപ്പായി മാറിയ പുഴയിൽ തിരമാല കണക്കെ കാറ്റിലാടുന്ന ഈ വെള്ളപ്പൂക്കൾ കാഴ്ചക്കാർക്ക് നയനമനോഹരമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഇരുകരയും തൊട്ടൊഴുകിയിരുന്ന രൗദ്രഭാവമുള്ള നിളയെ ഓർമ്മകളിൽ മാത്രമൊതുക്കി പുഴയിലെങ്ങുമിന്ന് 10 അടിയോളം ഉയരത്തിൽ ആറ്റുവഞ്ചി ചെടികൾ പൂവിട്ട് നിൽക്കുകയാണ്. നവംബർ അവസാനം മുതൽ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവ ഭാരതപ്പുഴയിൽ കൂടുതലായി പൂക്കുന്നത്. തൃത്താല വെള്ളിയാങ്കല്ല് തടയണ മുതൽ ജില്ലാ അതിർത്തിയായ കുമ്പിടി കാങ്കപ്പുഴ വരെ ആറ്റുവഞ്ചി ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാം. പൂത്തുലഞ്ഞ ആറ്റുവഞ്ചി പൂക്കൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന പുഴയുടെ കാഴ്ച സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കുന്നുണ്ട്. പുഴയുടെ ഈ സൗന്ദര്യമാറ്റം എന്നാൽ പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണർത്തുന്ന മുന്നറിയിപ്പാണ്. പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലച്ച് നീരൊഴുക്ക് കുറയുന്നതിന്റെയും മണൽ മൂടുന്നതിന്റെയും വ്യക്തമായ സൂചനയാണിത്. പാരിസ്ഥിതികമായി ഒരു പുഴയുടെ നാശത്തിലേക്കുള്ള സൂചനയായാണ് ഈ ചെടികളുടെ വ്യാപനം വിലയിരുത്തപ്പെടുന്നത്. പുഴയിലെ ആറ്റുവഞ്ചി ചെടികളും പുൽക്കാടുകളും പക്ഷികളുടെയും മറ്റു ജന്തുക്കളുടെയും പ്രധാന ആവാസ കേന്ദ്രം കൂടിയാണ്. വേനൽക്കാലത്ത് വെള്ളം കുറയുമ്പോൾ പക്ഷികളും ജീവികളും ഇവയ്ക്കിടയിൽ കൂടുകൂട്ടാറുണ്ട്. എന്നാൽ വേനൽ ശക്തമാകുമ്പോൾ ഈ പുൽക്കാടുകൾക്ക് സാമൂഹിക വിരുദ്ധർ തീയിടുന്നതും ഒട്ടേറെ കിളികളും പക്ഷികളും കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതും സമീപ വർഷങ്ങളിലെ പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. മുൻവേനലുകളിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിട്ട തൃത്താലക്കാർ പുഴയുടെ ഈ രൂപമാറ്റത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. അതേസമയം വെള്ളിയാങ്കല്ലും പൈതൃക പാർക്കും നിളാനദിയുമെല്ലാം സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് പൂത്തുലഞ്ഞ് കാറ്റിലാടുന്ന ആറ്റുവഞ്ചി പൂക്കൾ വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്.